ഓയിൽ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഇന്നലെ രാത്രി അടുപ്പത്തോട്ട് കയറ്റി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളി നല്ല വെയിറ്റുള്ള ഉരുളിയാണ്. അപ്പം ഇത് ആരെങ്കിലൊക്കെ സഹായമില്ലാണ്ടൊന്നും നമുക്ക് സ്റ്റവിലോട്ട് കയറ്റാൻ പറ്റില്ല. ഇത് അങ്ങനെ കിടക്കട്ടെ. സിമ്മിലാണ് കേട്ടോ കിടക്കണം. നല്ലോണം തിളപ്പിച്ച് നല്ല രീതിയിൽ ഇത് അടുപ്പത്തോട്ട് വെക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തിളപ്പിക്കും കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഇതാവണമല്ലോ, അതിനാണ്. ഇനിയും ഇതിനിടയ്ക്ക് ഇനി ഓരോ സാധനങ്ങൾ ചേർക്കും കേട്ടോ നമ്മൾ. അത് ഓരോ ടൈമിലായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ബാലൻസ് വന്നത് കറ്റാർ വാഴയും കുറച്ച് നെല്ലിക്കയും നമുക്ക് ബാലൻസ് കുറച്ച് കിട്ടി നമുക്ക്. അപ്പോൾ അത് ഇനി ഇതിൻ്റെ ഇത് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു കുറച്ച് ദിവസത്തെ ഇത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹെയർ പാക്ക് അതുണ്ടാക്കണം. അത് കുറച്ച് പേര് ചോദിച്ച് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയാവുന്നത് കൊണ്ടിട്ട്, എൻ്റെ ഒരു ഇത് അറിയാവുന്നത് കൊണ്ടിട്ട് അവർ തരുമ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നോന്ന് തന്നെ പറഞ്ഞേക്കണം അത്. അപ്പോൾ ഇന്നലെയും കൂടി വിളിച്ച് ചോദിച്ചൊരു അതെൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഞാൻ കറ്റാർ വാഴ ഇത്രയും കറ്റാർ വാഴ ബാലൻസ് വന്നിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക. അപ്പോൾ ഈ നെല്ലിക്ക ഞാനെടുത്ത് വെച്ചിട്ടാ. ഈ കറ്റാർ വാഴ നല്ലോണം ഉണ്ട് കേട്ടോ. നല്ല നാടൻ കറ്റാർ വാഴയാണ്. നല്ല ജ്യൂസാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് ഈ വാഴയിലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എത്ര ദിവസം വേണമെങ്കിലും ചീത്തയാണ്ടിരിക്കും. വാഴയിലയിൽ കെട്ടി പൊതിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ കൊണ്ടാക്കിയിട്ട് പിന്നെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് പിന്നെ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ചീത്തയാണ്ടിരിക്കും. ഇതിൽ 1-2 തണ്ട് പോലത്തതുണ്ട്. അപ്പം ഇത് നമ്മൾ കുഴിച്ചിടും. ചിലപ്പോൾ പിടിക്കാണ്ടിരിക്കില്ല കേട്ടോ. കറ്റാർ വാഴ ഇത് കൊണ്ടിട്ട് പിടിക്കും. കറ്റാർ വാഴക്ക് അധികം വെള്ളമൊന്നും വേണ്ട. ഒരിളക്കമുള്ള മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ പിടിച്ച് നിന്നോളും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ എഡിറ്റിങ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണ്ടേന്ന് ഓർത്തിട്ട്, അപ്പോൾ അതുകൊണ്ടിട്ടാണ്. എന്നാലും അതൊരു ദിവസം ഇടാം കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചതും അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. ഓരോന്നൊക്കെ ഉരുളിയിലോട്ട് വെക്കുന്നതൊക്കെ ഇടാം. അത് അടുത്ത ദിവസം ചെയ്യാം. പിന്നെ ഒന്നും ഇടാതിൻ്റെ ഈ വീഡിയോ ചെയ്തില്ലെങ്കിലല്ലേ നമുക്ക് മടിയായിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക കാച്ചേനയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ.